ഇടുക്കി പൂപ്പാറയിൽ കയ്യേറ്റമെന്നാരോപിച്ച് പന്നിയാർ പുഴയുടെ കരയിലുള്ള 88 കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കുന്ന പ്രവർത്തനങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. നമുക്ക് പിന്നിൽ കാണുന്നത് ഒരു വീട് പൊളിക്കുന്ന ദൃശ്യങ്ങളാണ്. JCB ഉപയോഗിച്ച് വീട് പൂർണ്ണമായും പൊളിച്ചു നീക്കുന്നു എന്നുള്ളതാണ്. ഈ നിലയിലുള്ള 88 കെട്ടിടങ്ങൾ ആണ് പൊളിച്ചു നീക്കാനുള്ള നടപടി ഇന്ന് രാവിലെ തൊട്ട് ഇടുക്കി ജില്ലാ ഭരണകൂടം സ്വീകരിച്ചിട്ടുള്ളത്. ഇവിടെ വീടുകളുണ്ട്, കച്ചവട സ്ഥാപനങ്ങളുണ്ട്, ആരാധനാലയങ്ങളുണ്ട്. അങ്ങനെ നിരവധി കെട്ടിടങ്ങളാണ് പന്നിയാർ പുഴയ്ക്ക് കരയിൽ നിന്ന് പൊളിച്ചു നീക്കിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. 2023 ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നടപടി ജില്ലാ ഭരണകൂടം സ്വീകരിക്കുന്നത്. പലതവണ ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോകണമെന്നുള്ള മുന്നറിയിപ്പ് നൽകിയതിനു ശേഷമാണ് ഇപ്പോൾ പൊളിച്ചു നീക്കൽ നടപടി തുടർന്നുകൊണ്ടിരിക്കുന്നത്. നിരവധി ഏതാണ്ട് 29ഓളം കുടുംബങ്ങളുടെ വീടുകളാണ് ഈ ഘട്ടത്തിൽ പൊളിച്ച് നീക്കിയിട്ടുള്ളത് എന്നുള്ളതാണ്. ഇനിയും നടപടികൾ തുടർന്നുകൊണ്ടിരിക്കുന്നു. 88 കെട്ടിടങ്ങളാണ് പൊളിച്ചു നീക്കാനുള്ളത് എന്നുള്ളതാണ്. പലപ്പോഴും ഇവിടുത്തെ നാട്ടുകാർ ഈ പൊളിച്ചു നീക്കൽ നടപടിയോട് വലിയ പ്രതിഷേധം രേഖപ്പെടുത്തിയിരുന്നു. എന്നിട്ടും ജില്ലാ ഭരണകൂടം അത് ആ നിലയിൽ പരിഗണിച്ചില്ല എന്നുള്ള ആരോപണം ഇവരുടെ ഭാഗത്തുനിന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം, ഒരു ചെറിയ കപ്പേള, ഒരു കുരിശടി അടക്കം ഇനി പൊളിക്കാനുള്ളതാണ്. ഇതെല്ലാം പൊളിച്ചു നീക്കാനുള്ളതാണ്. പലർക്കും വൈകാരിക ബന്ധമുള്ള സ്ഥലങ്ങളാണ് ആ ഇടങ്ങൾ. ആളുകളുടെ വൈകാരികമായ ആ പ്രശ്നം പോലും പരിഗണിക്കാതെയാണ് ഇത്തരം പൊളിച്ചു നീക്കൽ നടപടി. ചേച്ചി, ഇത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണല്ലോ. നമ്മൾ വർഷങ്ങളോളം കഴിഞ്ഞിട്ട് നേടാൻ പൊളിച്ചു നീക്കാന്ന് വെച്ചാൽ എന്ത് ചെയ്യും ഇനി? நாங்க 60 வருஷமா இங்கதான் இருக்கோம். எந்த நடவடிக்கையும் இல்ல. வீட்டுக்கு பஞ்சாயத்துல எழுதி கொடுத்து வீடு கிடைக்கல. ஒரு வழியும் இல்ல. நம்ம தெருவுல தான் நிக்கிறேன். வேற என்ன ஒரு வழி இல்ல. அவ்வளவுதான் என்னால சொல்ல முடியும். இந்த பள்ளியும் அம்பலவும் எங்க அம்மா கண்ணு தெரியாம இருக்காங்க. அவங்களை இப்ப இவ்வளவு நேரம் இங்கதான் படுத்திருக்காங்க. வீடு கொடுத்துட்டுனாலும் போக சொல்லலாம்ல. என்ன பண்றது? நீங்க தான் പുനരധിവാസത്തിനുള്ള സംവിധാനം ഒരുക്കിയിട്ടില്ലേ? വീട് வேற வீடு எதுவுமே இல்ல. பாருங்க, எல்லா சாதனமும் இந்த கிடக்கு பாருங்க. எங்க இருக்குது வீடுகளே இல்ல. எதுவுமே 40 கொல்லவும் ஒரு வீடு வாசல் எதுவுமே கொடுக்கல. பஞ்சாயத்து கொடுக்கல. இவங்களுக்கு எந்த ஒரு சலுகையுமே செய்யல பஞ்சாயத்து. நான் செய்யறேன் நேற்று ராத்திரி 8 மணி வரை இவங்களை பஸ் ஸ்டாண்ட்ல உட்கார வச்சு கோசம் போட வச்சு ஒன்னும் கொடுக்கல. ஒரு வழி இல்ல. തീർച്ചയായും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവർ പലരും തമിഴ് വംശജരാണ് എന്നുള്ളതാണ്. അവർ ഈ മേഖലയിൽ തമിഴ് വംശജർ നിരവധി പേരുള്ളതാണ്. അത്തരത്തിലുള്ള ആളുകൾ താമസിക്കുന്ന 88 കെട്ടിടങ്ങൾ എന്ന് തന്നെ പറയുമ്പോൾ ഒരു നാടിന്റെ ഒരു പ്രദേശം അത്രയും, അത് വിവിധ തരത്തിലുള്ള കെട്ടിടങ്ങളുണ്ട്. വ്യാപാര സ്ഥാപനങ്ങൾ, കുടുംബങ്ങൾ താമസിക്കുന്ന വീടുകൾ, ആരാധനാലയങ്ങൾ അടക്കം ഒരു നാട് ആകെ തന്നെയും പൊളിച്ചു നയിക്കണം എന്നുള്ള ഉത്തരവാണ് ഹൈക്കോടതി പുറപ്പെടുവിച്ചത്. അത് അതേപടി അനുസരിക്കാൻ ചുമതലപ്പെട്ടവരാണ് തങ്ങൾ എന്നുള്ള വിശദീകരണമാണ് ജില്ലാ ഭരണകൂടം നടത്തുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ തന്നെ ഏതാണ്ട് എത്രയോ കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കി കഴിഞ്ഞിരിക്കുന്നു. ഇനിയും പൊളിച്ചു നീക്കാൻ നിരവധി കെട്ടിടങ്ങൾ ബാക്കിയും ഉണ്ട് എന്നുള്ളതാണ്. വലിയ പോലീസ് സന്നാഹത്തിന്റെ ഒരു കാവലിലാണ് ഈ നടപടിക്രമങ്ങളൊക്കെ നടന്നത്. രാവിലെ ഏതാണ്ട് 500ഓളം പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തിയിരുന്നു. അവർ കാവലൊരുക്കുകയും മറ്റ് റവന്യൂ ഉദ്യോഗസ്ഥർ ഈ കെട്ടിടങ്ങൾ, പഞ്ചായത്ത് അധികൃതരൊക്കെ ഈ കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കാനുള്ള നടപടികളിലേക്ക് കടക്കുകയായിരുന്നു. 2023 ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള ഉത്തരവ് വരുന്നത്. ചേട്ടാ, ഇങ്ങനെ ഒരു ഉത്തരവ് എങ്ങനെയാണ് ഉണ്ടായത്? ഈ ഉത്തരവ് തെറ്റ് ഇവർ ചെയ്തിട്ടുണ്ടെന്ന് വെച്ചോ. ഇവർ പാവങ്ങളിൽ കുടിയേറ്റമാണിത്, കയ്യേറിയതല്ല. അവർക്ക് കിടപ്പാടമില്ലാതിരിക്കുന്ന സമയത്താണ് ഇത് കുടിയേറുന്നത്. അങ്ങനെ ഇരിക്കുന്ന ആൾക്കാർക്ക് ഇവർ തന്നെ അത് അന്ന് കയറുന്ന സമയത്ത് തന്നെ പറഞ്ഞേക്കാമായിരുന്നു. ഉദ്യോഗസ്ഥന്മാർ ബന്ധപ്പെട്ട അധികാരികളൊക്കെ പറഞ്ഞ് ഇവരെ മാറ്റണം, ഇരിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അവരവിടെ ചെറിയ വീട് കെട്ടി, അവർ വലിയ വീട് കെട്ടി, അവരുടെ കുടുംബം തന്നെ താമസിച്ച് ഇപ്പോൾ ഒരു വലിയ ആധാരം ഇരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഇരിക്കുന്നത്. ശരി, ഇടിച്ചോ കുഴപ്പമില്ല, ഒരു ചെറിയ കാലതാമസം കൊടുക്കാമായിരുന്നു. ഒരു 6 മാസം, ഒരു 3 മാസം അവർക്ക് പുനരധിവാസം കൊടുക്കണ്ടേ? എല്ലാവർക്കും കൊടുക്കണം, അർഹതപ്പെട്ടവർക്ക് കൊടുക്കണ്ടേ? വീടില്ലാത്തപ്പോൾ ഈ നിൽക്കുന്ന ഇവർക്കൊക്കെ, വീട് ഇടിക്കുന്നവർക്കൊക്കെ ഒരു 105 വയസ്സുള്ള തള്ളയുണ്ട്. അതൊക്കെ മരണപ്പെടുന്ന അവസ്ഥയിലാണ് കിടക്കുന്നത്. എന്നിട്ട് അവർക്ക് ഇനിയിപ്പോൾ എവിടെ പോയി താമസിക്കാൻ വരും? അപ്പൊ 88 കെട്ടിടം എന്ന് പറയുമ്പോൾ ഒരു നാട് ആകെ തകർന്നു കളയുക. നമ്മൾ സപ്പോർട്ട് ചെയ്ത് ഈ നാട് കയ്യേറുന്ന നമ്മൾ സപ്പോർട്ടും ചെയ്യുന്നില്ല. പക്ഷെ കുടിയേറി വരുന്നതാണ്. ആ കുടിയേറ്റിയവരാണ് നമ്മൾ. സകല ഉദ്യോഗസ്ഥന്മാർ, രാഷ്ട്രീയക്കാർക്കെല്ലാം കുടിയേറ്റവരാണ് നമ്മൾ. അപ്പം അവരെയും കൂടെ പുനരധിവാസം ചെയ്യുന്നതിനൊന്നും ഒരു ചെറിയ മനസ്സെങ്കിലും കാണിക്കണ്ടേ? കോടതിയാകട്ടെ, ജില്ലാ കളക്ടറാകട്ടെ, എല്ലാവരും മനസ്സ് ജീവികളല്ലേ. അവർക്ക് ഇതുപോലെ ബുദ്ധിമുട്ടുകൾ വരുമ്പോഴല്ലേ അവർക്ക് അറിയുള്ളൂ. ഇപ്പം നമ്മൾ പൊളിച്ചെടുക്കുന്ന എല്ലാവർക്കും കാഴ്ച കണ്ടുകൊണ്ടിരിക്കുക. വണ്ടിയിൽ പോകുന്നവർ ഇരിക്കുന്ന സന്തോഷമുണ്ട്. അപ്പോൾ അവരുടെ മനസ്സിരിപ്പും അവരുടെ ചങ്ങടിപ്പും അവരിപ്പോൾ മരണത്തിന്റെ അവസ്ഥയിലാണ് നിൽക്കണേ. തീർച്ചയായും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ച. ഒരു മാനസിക പ്രശ്നം ഉണ്ട്. 50 വർഷം പഞ്ചായത്തില് ഇവര് ഭരണം ഭരിച്ചതാ. അപ്പൊ ഇല്ലാത്തവർക്ക് അവർക്ക് കണക്കറിയാമല്ലോ. അതാലോ അത് ചെയ്തു കൊടുക്കണ്ടല്ലോ പാവപ്പെട്ടവർക്ക്.
എല്ലാവർക്കും ഒരു 3-4 ലോൺ മേടിച്ചവർക്ക് പറയും സ്ഥലം കൊടുത്തേക്കുന്നത്. പാവപ്പെട്ടവർക്ക് അങ്ങനെ സഹായിക്കുവാണെങ്കിൽ ഇതിങ്ങനെ പൊട്ടിച്ച് കളയുവോ, നാശാക്കുവോ? പാവപ്പെട്ട എത്ര പേരാ കണ്ണീര് കുടിക്കുന്നത്? എന്തുകൊണ്ട് രാഷ്ട്രീയ കക്ഷികളൊന്നും ഒരു സംഘടിത പ്രതിരോധത്തിന് ഇവർക്കൊപ്പം നിൽക്കാതിരുന്നത്? ഇവർക്ക് എന്താന്ന് വെച്ചാൽ ഇവര് കൂടുതൽ അങ്ങനെ ഏത് പാർട്ടിക്കും അങ്ങനെ വരത്തില്ല. അതാണ് ഇങ്ങനെ പറ്റിയ. അല്ലെങ്കിലും കോൺഗ്രസിന്റെ ഒരു ഇന്ന് എന്താന്ന് വെച്ചാൽ ഇത്ര 10 വർഷം അവര് സഹായിച്ചു. പക്ഷെ ഈ പ്രാവശ്യം ഞങ്ങൾക്ക് അവിടെ ഒരു മത്സരത്തിന് ഞങ്ങൾ ജയിപ്പിച്ചു. അതുപോലെ കഷ്ടപ്പാട് പെട്ടു. ഇപ്പൊ പൊക്കത്ത് കയറി ഇരിക്കാൻ പോകുന്ന ഒരു എല്ലാം കൂടിയാ തകർത്തേക്കണത്. തമിഴ് വംശജരാണെന്നോ? തമിഴ് വംശജരാണ്. അതെ 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 ആ അതെ. അവര് ചൂണ്ടിക്കാണിക്കുന്നത് പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്. ഇതൊരു മനുഷ്യാവകാശ പ്രശ്നമാണ്. എങ്ങനെയാണ് ഇത്ര ആളുകളെ ഒറ്റയടിക്ക് വീടുകൾ തകർത്ത് കളഞ്ഞ് കുടിയൊഴിപ്പിക്കുക എന്നുള്ള ഒരു പ്രശ്നമുണ്ട്. ഇവർ ഒറ്റ രാത്രിയിൽ വന്ന് ഇവിടെ താമസിച്ചതല്ല. കാലാകാലങ്ങളായി, വർഷങ്ങളായി ഇവിടുത്തെ ഉദ്യോഗസ്ഥരുടെ, രാഷ്ട്രീയ പാർട്ടി കക്ഷികളുടെയൊക്കെയും അനുവാദത്തോടുകൂടി, സമ്മതത്തോടുകൂടി ഇവിടെ താമസിച്ച ആളുകളാണ്. വർഷങ്ങൾ കൊണ്ട് കെട്ടിപ്പുഴക്കിയ ജീവിത സമ്പാദ്യമാണ് ഭരണകൂടം തച്ചു തകർക്കുന്നത് എന്നുള്ള കാഴ്ചയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. വളരെ ഹൃദയഭേദകമാണ്. പല ആളുകളും ഇത് നോക്കി നിൽക്കുന്നത് വളരെ ഹൃദയഭേദകമായ കാഴ്ചയാണ്. കൂടാതെ വൈകാരികമായ അടുപ്പമുള്ള ആരാധനാ കേന്ദ്രങ്ങളടക്കം തകർത്ത് കളയുന്നു എന്നുള്ളതാണ്. ഇതിപ്പോൾ പൊളിച്ചു കളയാൻ നിൽക്കുന്ന ഒരു കപ്പേളയാണ്. നേരത്തെ ഒരു ക്ഷേത്രം പൊളിച്ചു കളഞ്ഞിരുന്നു, ഒരു ചർച്ച് പൊളിച്ചു കളഞ്ഞിരുന്നു. അങ്ങനെ മനുഷ്യരുടെ വൈകാരികമായ പ്രശ്നങ്ങളെ പോലും അഡ്രസ് ചെയ്യാതെയാണ് ഇത്തരം നടപടികളിലേക്ക് കാര്യങ്ങൾ കടന്നിരിക്കുന്നത് എന്നുള്ളതാണ്. അതേസമയം ജില്ലാ ഭരണകൂടം ഇതിൽ ഒരു വിശദീകരണം നൽകുന്നുണ്ട്. കാരണം കഴിഞ്ഞ 2023 ഉത്തരവ് വന്നതിന് പിന്നീട് പല ഘട്ടങ്ങളായി മുന്നറിയിപ്പുകൾ നൽകിയിരുന്നു എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം പറയുന്നത്. ഏതാണ്ട് മാസങ്ങൾക്ക് മുമ്പ് ഈ പ്രദേശത്തെ വ്യാപാര സ്ഥാപനങ്ങളെല്ലാം അടച്ച് സീൽ ചെയ്തിരുന്നു. പിന്നീട് ആണ് ആളുകൾ താമസിക്കുന്ന കെട്ടിടങ്ങളടക്കം പൊളിച്ചു നീക്കണം എന്നുള്ള നിർദ്ദേശം വന്നത്. കഴിഞ്ഞ 2 ദിവസം മുമ്പ് 24 മണിക്കൂറിനുള്ളിൽ ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോകണമെന്നുള്ള നോട്ടീസ് ഇവിടുത്തെ എല്ലാവർക്കും കൊടുക്കുകയുണ്ടായി. പിന്നീടാണ് ഈ നടപടിക്രമങ്ങളിലേക്ക് കടന്നിട്ടുള്ളത് എന്നുള്ളതാണ് വിശദീകരിക്കുന്നത്. എന്ന് വെച്ചാൽ കൃത്യമായി ഇടവേള, കാലതാമസം കൊടുത്തിട്ടുണ്ട് എന്നാണ് ജില്ലാ ഭരണകൂടം വിശദീകരിക്കുന്നത്. പക്ഷേ ഈ ആളുകൾ എങ്ങോട്ട് പോകുമെന്നുള്ള ഒരു ചോദ്യമുണ്ട്. കൃത്യമായ പുനരധിവാസം ഉറപ്പാക്കിയിട്ടുണ്ടോ എന്നുള്ള ചോദ്യമുണ്ട്. ഇവരുടെ ഈ കൂട്ടത്തിലുള്ള 12 കുടുംബങ്ങൾക്ക് താൽക്കാലിക പുനരധിവാസം ഉറപ്പാക്കിയിട്ടുണ്ടെന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം അറിയിക്കുന്നത്. പക്ഷേ അത് എത്രത്തോളം പര്യാപ്തമാണ് എന്നുള്ള പ്രശ്നമുണ്ട്. ഇത്രമേൽ ഒരു സമൂഹം അത്രയും വർഷങ്ങളോളം ജീവിച്ചു വന്ന സ്ഥലം പൂർണ്ണമായും തച്ചു തകർക്കാൻ ഭരണകൂടത്തിന് എന്താണ് അവകാശം എന്നുള്ള ചോദ്യമാണ് ഈ നാട്ടുകാർ ഉയർത്തുന്നത്. ഷെറിൻ മോഹനൊപ്പം മുഹമ്മദ് ആഷിഖ്, മീഡിയ 1 ഇടുക്കി.